നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ നൂറുകണക്കിന് വീടുകളാണ് തകർന്നത്. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. നാശനഷ്ടം സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്നുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായ കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ 4 പേരെ റിമാൻഡ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സ്ഫോടനം നടന്നിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. പക്ഷെ ഇപ്പോഴും ഈ തൃപ്പൂണിത്തുറ നിവാസികൾ അതിൻ്റെ ഭീതിയിലാണ്. കാരണം നൂറുകണക്കിന് വീടുകളാണ് ഈ സ്ഫോടനത്തിൽ തകർന്നത്. കഴിഞ്ഞ ദിവസം പാല് കാച്ചു കഴിഞ്ഞ ഒരു വീട്ടിൽ, അതായത് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപേ ആ വീട് പൂർണ്ണമായും തകർന്നതിൻ്റെ വലിയ വേദനയിലാണ്, വിഷമത്തിലാണ് ആ വീട്ടുകാരുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഈ പ്രദേശത്ത് വീടുകളിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. ഈ നാശനഷ്ടം സംഭവിച്ചത്, അതായത് വീടുകൾ തകർന്നവരുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുണ്ട്. ഏകദേശം എത്ര രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? ഇവർക്കൊക്കെ, ഈ വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക്, തകർന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? ടോം, ഇതിൽ ഏറ്റവും ഒടുവിലായി ചേർക്കാനുള്ളത് സംബന്ധിച്ച് ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്നാണ്. അതിന് തീരുമാനിച്ചിരിക്കുന്നു, അത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ഇത് സംബന്ധിയായ കാര്യങ്ങൾ, നാശനഷ്ടങ്ങൾ എത്രയെന്നത്, അത് ഓരോ കുടുംബങ്ങൾക്ക് സംഭവിച്ചതിന്റെ വിശദാംശങ്ങൾ, എന്തുകൊണ്ട് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് പോയി എന്നത് സംബന്ധിച്ച് മുഴുവനായ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരിക്കും ഒരു മജിസ്ട്രേറിയൽ അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക്, ആ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു, അങ്ങനെ ഉത്തരവായിരിക്കുന്നു ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പ് അത് പൂർണ്ണമായിട്ടില്ല. കാരണം പല വീടുകൾക്കും പല രീതിയിലാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ചിലത് പൂർണ്ണമായും, മറ്റു ചിലത് ഭാഗികമായും, ചിലത് ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പുരതാമസം കഴിഞ്ഞ ഒരു വീട്, അവിടെയാണ് പിന്നീട് ഈ ദുരന്തമുണ്ടാകുന്നതിന് സമീപത്ത്. അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചവരെ നാശനഷ്ടങ്ങൾ കണക്കെടുപ്പ് വലുതാണ്. പലതും പല രീതിയിൽ തന്നെയുള്ളതാണ്. ഒപ്പം നിരവധിയായ വാഹനങ്ങൾ, ചിലത് നിശേഷം തകർന്നു. ഒരു കാറ് സമീപത്തുണ്ടായിരുന്ന ഒരു കാറ് നിശേഷം തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പല വാഹനങ്ങൾക്കടക്കം വലിയ സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളുണ്ടായിട്ട് അങ്ങനെ വലിയ രീതിയിൽ നഷ്ടങ്ങളുടെ കണക്ക് വലുതാണ്. അത് മജിസ്ട്രേറ്റിൽ അന്വേഷണത്തിലേക്ക് അത് പൂർണ്ണമായും തന്നെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ വരും. ഒപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്, ഇതിൽ ഈ കുട്ടികൾക്കടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രവുമല്ല, ഇതൊരു വലിയ ഭീകരമായൊരു സ്ഫോടനം ആണ് നടന്നിരിക്കുന്നത്. 2 പേർ മരണപ്പെട്ടിരിക്കുന്നു, 15-ലധികം പേർ ചികിത്സയിലുണ്ട്. 2 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുന്നു. അങ്ങനെ പരിക്കേറ്റവരുടെയും എല്ലാം തന്നെ സ്ഥിതിഗതികൾ ഈ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് സ്ഫോടനം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന വെടിമരുന്ന് അത് ഏത് രീതിയിലുള്ളതാണ് എന്നതെല്ലാം സംബന്ധിച്ചുമുള്ള ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. ഇന്ന് എക്സ്പ്ലോസീവ് വിഭാഗം അവിടെ പരിശോധന നടത്തുകയും പ്രാഥമികമായ അവർ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രങ്ങളിലെ മറ്റും മത്സര സ്വഭാവത്തോടെ നടത്തുന്ന വെടിക്കെട്ടുകളാണ് പലയിടങ്ങളിലും തന്നെ കാണുന്നത്. അതിൻ്റെ ഒരു തീവ്രത കൂട്ടുക, അതോടൊപ്പം തന്നെ അത്തരം ഈ ആകാശത്തുണ്ടാവുന്ന ഈ വർണ്ണ വിന്യാസങ്ങൾ, ഇതെല്ലാം ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ കടുപ്പമുള്ള മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഈ വെടിക്കെട്ട് ഇത് നടത്തുന്നതിന് തന്നെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നതൊരു കാര്യം. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ, സാധാരണ വെടിക്കെട്ടുകൾ നടത്തുമ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അനുവദനീയമായ അളവിൽ മറ്റെന്തെങ്കിലും കൂടി ചേർത്തിട്ടുണ്ടോ എന്നതടക്കം എക്സ്പ്ലോസീവ് വിഭാഗം നടത്തുന്ന പരിശോധന, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. അന്വേഷണങ്ങളെല്ലാം തന്നെ ഈ മജിസ്ട്രേറ്റ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം തന്നെ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ കഴിയുന്നവർക്ക് എല്ലാവിധ സഹായവും ചെയ്യണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളടക്കം ഇതിൻ്റെ ഒരു ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളായിട്ടുണ്ട്, പേടിയായിട്ടുണ്ട്. ആളുകൾക്കടക്കം, ചുറ്റുപാടുമുള്ള മുതിർന്നവർക്കടക്കം വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച ഇതെല്ലാം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. അപ്പോൾ കൗൺസിലിംഗ് നൽകേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇതിൽ എടുത്തു പറയുന്നുണ്ട്. കൗൺസിലിംഗ് നൽകും എന്ന് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം തന്നെ ഏതാണ്ട് 7 കുടുംബങ്ങളെ ഇവിടെ പൂർണ്ണമായ വീടുകൾ തകർന്നവരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ
കാര്യങ്ങൾ ഇവിടെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവശ്യമായ രീതിയിലെ കൗൺസിലിംഗ് സഹായം എല്ലാം തന്നെ നൽകിക്കൊണ്ട് അവരെ തിരിച്ചു എത്രയും പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലേക്ക് മനസ്സിനെ ഒരുക്കിയെടുക്കുക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കും കടന്നു പോവുകയാണ്. ഒപ്പം ഇന്ന് അവിടെ ഈ ചൂരക്കാട് പ്രദേശത്ത് വ്യാപകമായ ഡാനി സൂചിപ്പിച്ചതുപോലെ 7 വീടുകൾ പൂർണ്ണമായും തകർന്നവരുണ്ട്, ഭാഗികമായി തകർന്നവരുണ്ട്. പല വീടുകളും ഇപ്പോൾ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇവരെ ഒരു അടിയന്തരമായൊരു പുനരധിവാസം സാധ്യമാണോ? കാരണം എങ്ങനെയായിരിക്കും ഇവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊരു നടപടികൾ ഉണ്ടാവുക? ഏറ്റവും അതിൽ ആവശ്യമായവർക്ക് വാടക വീടുകൾ സജ്ജമാക്കണമെങ്കിൽ ജില്ലാ ഭരണകൂടം തന്നെ ഇടപെട്ടുകൊണ്ട് വാടക വീടുകൾ സജ്ജമാക്കാനും കാര്യങ്ങളുമെല്ലാം തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയും അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പലരും ബന്ധുവീടുകളിലേക്കും മറ്റും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഒരു സ്ഥലത്തേക്ക്, സ്വന്തം സ്ഥലത്തേക്ക് വരുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ അത്ര കാലം അവിടങ്ങളിൽ തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് ആവശ്യമായ രീതിയിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതിലാണ് ജില്ലാ ഭരണകൂടം അടക്കം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു ക്യാമ്പുകൾ എന്ന രീതിയിൽ തുടർന്നെടുത്ത ഒരുപക്ഷെ അധിക സമയത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് അവിടെ തുടരാൻ സാധ്യമല്ല. അപ്പോൾ ഇവരുടെ വീടുകളെല്ലാം വാസയോഗ്യമാക്കുക, അതിൽ ഏത് രീതിയിലാണ് അവിടങ്ങളിൽ ജില്ലാ ഭരണകൂടം ഇടപെടുക എന്നതെല്ലാം സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. കാരണം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ വേണമോ അതോ അതിനുവേണ്ടിയുള്ള ഒരു ദുരിതാശ്വാസ പണം നൽകിക്കൊണ്ട് അവർക്ക് അത്തരം സഹായങ്ങൾ ഒരുക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം വളരെ പെട്ടെന്ന് ഇന്നത്തെയോടുകൂടി തന്നെ അതൊരു തീരുമാനമാകും. അതിനുശേഷം അവർക്ക് വീടുകൾ ഒരുക്കി കൊടുക്കുന്നതിനും മറ്റും ഉള്ള കാര്യങ്ങളിലും ക്രമീകരണങ്ങളിലേക്കും നടക്കും. ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ യുവജന സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ വലിയൊരു നിര അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതെല്ലാം ഒരു ആശ്വാസമാണ് ഇതിനിടയിലും. കാരണം ഇവരെല്ലാം ഈ ഒരു സംഭവത്തിൽ ഒരുമയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അവർ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നു. പരമാവധി അവിടങ്ങളിലുള്ളവർക്കും വലിയ ആശ്വാസമാകുന്നു. കാരണം സ്വന്തം വീടും പ്രദേശങ്ങളുമെല്ലാം തന്നെയാണ് തകർന്നഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് അവർക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്ന് അവരുടെ മനസ്സുകൊണ്ട് തന്നെ സന്നദ്ധമല്ല. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരൊരു സഹായം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നത് ആശ്വാസമാണ്. പല വീടുകളുടെയും ജനലുകളെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ശുചീകരണ പ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. എവിടങ്ങളിലെല്ലാം തന്നെയും ഇവരെത്തി, യുവജന പ്രവർത്തകരെല്ലാം തന്നെ എത്തി അവർ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 4 പേരാണ്. ഇതിൽ ക്ഷേത്രം ദേവസ്വം ഭാരവാഹികളുണ്ട്, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാരുണ്ട്. ഈ 4 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഹാജരാക്കി അവർ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികളാകുമെന്നതിന്റെ സൂചനകളാണ് പോലീസ് നിലവിൽ അറസ്റ്റിലായ 4 പേരെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ജില്ലാ ഭരണകൂടത്തിന്റെ പോലീസിന്റെയോ അനുമതി തേടിയിരുന്നില്ല. യാതൊരു അനുമതിയും ഇല്ലാതെയായിരുന്നു നിയമവിരുദ്ധമായി ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഈ വെടിക്കെട്ട് നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇവിടെ ഈ പടക്ക ശേഖരം ഇവിടെ സൂക്ഷിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു മുന്നറിയിപ്പും ആളുകൾക്ക് നൽകിയില്ല, യാതൊരു മുൻകരുതലും എടുത്തില്ല, യാതൊരു അനുമതിയും ഇവർ തേടിയില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. കൃത്യമായ തെളിവുകളടക്കം ഇവർക്കെതിരെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള മജിസ്ട്രേറ്റ് അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നു. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഈ 4 പേരെ മാത്രമാണോ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്? നിലവിൽ ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? ഡാനി, 4 പേരെ മാത്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തിരിക്കുന്നുള്ളൂ. കൂടുതൽ പേർ ഇതിൽ പ്രതികളാകുമെന്ന് തന്നെയാണ്. കാരണം ഇതിൽ ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടും, അതോടൊപ്പം തന്നെ കരയോഗം ഭാരവാഹികൾ ഇതിൽ ഉൾപ്പെടുന്നു. കരാറുകാർ, ഇതുമായി ബന്ധപ്പെട്ട ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാർ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അങ്ങനെ ഇതിൽപ്പെട്ടവർ കൂടുതൽ പേരും ഈ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും യാതൊരുവിധ അനുമതികളും സ്വീകരിക്കാതെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. യാതൊരു അനുമതിയും ഇവർ തേടിയിട്ടില്ല എന്നതാണ്. സാധാരണ ക്ഷേത്രം വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ അനുവദനീയമായ അളവിൽ ചിലപ്പോഴെങ്കിലും ചിലർ ഒരു മൗനാനുവാദമെല്ലാം തന്നെ നൽകി പോകാറുണ്ട്.
പക്ഷേ ഇത് അതിന് അപ്പുറമായിരുന്നു അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ്. കാരണം ഒരു ടെമ്പോ ട്രാവലർ നിറയെ വെടിക്കോപ്പുകളുമായി ഇവിടേക്ക് എത്തുക, അതും വളരെ അശ്രദ്ധമായി ഇത് കൈകാര്യം ചെയ്യുക, ആ ഒരു അശ്രദ്ധ തന്നെയാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരവാദികളായ മുഴുവൻ പേരിലേക്കും അന്വേഷണം എത്തും. ഈ 4 പേരിൽ അത് ഒതുങ്ങുന്നില്ല. ഇവർക്ക് ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ അശ്രദ്ധമായ കൈകാര്യം ചെയ്തത്, അതോടൊപ്പം തന്നെ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത് പ്രവർത്തിപ്പിച്ചതിന് ഈ വകുപ്പുകൾ ഇങ്ങനെ ഈ തുടങ്ങിയ പല വകുപ്പുകളുമെല്ലാം തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അത് ഇന്ന് കോടതിയിൽ ഇവർ FIR-ലടക്കം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നത് കൂടുതൽ പേർ ഇവർ ഈ പ്രതിപട്ടികയിലേക്ക് വരും, പലരും ഒളിവിൽ പോയിട്ടുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്, കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നതിൻ്റെ എല്ലാ ഇതും പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. അറസ്റ്റിലായവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുകയാണ്. ഇത് തീർത്തും അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് തന്നെയാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ തന്നെ ഇത്തരം ഈ കാര്യങ്ങളുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് വരാപ്പുഴയിലുണ്ടായിരുന്ന അപകടവും എല്ലാം തന്നെ ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. എല്ലായിടത്തും യാതൊരു അനുമതിയും ഇല്ലാതെ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വീട് വാടകയ്ക്കെടുത്തുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ സംഭരിക്കുക, ഇത് മറ്റ് വെടിക്കോപ്പുകൾ സംഭരിക്കുക, ഇത് അത്രയ്ക്ക് അശ്രദ്ധമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും തൊട്ടടുത്ത വീടുകളിലുള്ളവർക്ക് പോലും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. അത് തന്നെയാണ് ഈ തൃപ്പൂണിത്തുറയിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസിന് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് കൂടുതൽ പേര് കടന്നു വരും. പോലീസിന്റെ അന്വേഷണം വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിന്റെ നാശനഷ്ടം കണക്കാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം നിരവധി വീടുകൾക്കാണ് അവിടെ കേടുപാടുകൾ സംഭവിച്ചത്. അവിടെ സന്നദ്ധ സംഘടന നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ തുടരുകയാണ്. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. കേസിൽ ആരോപണ വിധേയരായ ആളുകൾ പലരും ഒളിവിലാണ്. അവരെ കണ്ടെത്താനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. വയനാട് പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യം 3-ാം ദിവസവും തുടരുകയാണ്. ബേഗൂർ പ്രദേശത്താണ് ആന ഇപ്പോൾ ഉള്ളത്. നേരത്തെ മയക്കുവെടി വയ്ക്കാൻ ദൗത്യസംഘം സജ്ജമായിരുന്നുവെങ്കിലും ആന മണ്ണുണ്ടിയിൽ നിന്ന് മാറിയത് തിരിച്ചടിയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. തിരുനെല്ലി പഞ്ചായത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അനീഷ്, ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ കർഷക സംഘടനകളുടെ ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിനിടെ ആനയെ 3-ാം ദിവസവും പിടികൂടാൻ കഴിയാത്തതിൻ്റെ വലിയ അമർഷം അവിടുത്തെ നാട്ടുകാർക്കുണ്ട്, വലിയ പ്രതിഷേധമുണ്ട്. എന്താണ് ഈ കാട്ടാനയെ പിടികൂടാനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അനീഷ്? ടോമ്, തുടർച്ചയായ 3-ാം ദിവസവും ഈ ആനയെ പിടികൂടുക എന്ന ദൗത്യം വിജയം കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ ആന നിൽക്കുന്ന ഇടത്തേക്ക് കൊങ്കിയാനയും ദൗത്യസംഘത്തിന്റെ ആളുകളും ചെല്ലുമ്പോൾ ആന ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മണ്ണുണ്ടി, ഇരുമ്പുപാലം, ചെമ്പകപ്പാറ അടക്കമുള്ള മേഖലകളിൽ ഏതാണ്ട് ഒരു 5 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ തന്നെ പലയിടത്തായി ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വെടിവെക്കാൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ആനയുടെ സാന്നിധ്യം ഇരുമ്പുപാലം മേഖലയിൽ ആദ്യം സിഗ്നൽ ലഭിച്ചത്. പിന്നീട് അത് മണ്ണുണ്ടി ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇരുമ്പുപാലത്തേക്കാണ് ഇപ്പോൾ ആന എത്തിയിരിക്കുന്നതെന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ജനകീയ പ്രതിഷേധമാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആനയെ പിടികൂടിയില്ലെങ്കിൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ രാവിലെ നാട്ടുകാർ നമ്മോട് പ്രതികരണം നൽകിയിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം കർഷക കോൺഗ്രസിന്റെ ഭാരവാഹികളുണ്ട്. അവർ ഈ മേഖലകൾ സന്ദർശിക്കാൻ കൂടി എത്തിയതാണ്. ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടു പോവാം. 3-ാമത്തെ ദിവസം ദൗത്യം ഏതാണ്ട് തീരാറാകുന്നു. ഈ സ്വാഭാവികമായിട്ടും ഫോറസ്റ്റുകാർ മനുഷ്യന്മാരാണല്ലോ, അവർക്കും പേടിയുണ്ട്. കാരണം ഈ ആനയെ കർണാടകത്തിൽ ഇതിനു മുൻപ് മയക്കുവെടി വെച്ചതാണ്. അതുകൊണ്ട് ഈ ആന മയക്കുവെടി വയ്ക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ പോലും മാർഗം ഉണ്ടാവില്ല. പേടി അവരുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, ഈ ആനയെ ശരിക്കും മയക്കുവെടി അല്ല വെക്കേണ്ടത്, വെടിവെച്ച് കൊല്ലണം. കാരണം ഇതിനു മുൻപ് മയക്കുവെടി വെച്ചിട്ട് വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ ആളുകളെ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഭയങ്കര മാനസികമായി ഭീതി കൊണ്ടിരിക്കുക. ഏത് സമയത്തും അവർ പൊട്ടിത്തെറിക്കും.
അത് എന്ത് വില കൊടുത്തും ആനയെ വെടിവെച്ച് തന്നെ കൊല്ലണം. മനുഷ്യന്മാർ കാട്ടിൽ കയറിയാൽ അവരെ പേര് കേസെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ ഞങ്ങൾ ഇനി കൊല്ലേണ്ട തയ്യാറിലേക്ക് വരും. അതും അത്ര ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ തന്നെ കടവും കടത്തിന്റെ കൂടുമായി ജപ്തിയിലിട്ടിരിക്കുന്ന കർഷകർ അവിടെ ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും വേഗം ഈ ആനയെ വെടിവെച്ച് കൊല്ലുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ അതിന് പ്രതികരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല. കർഷകർക്ക് ഭൂമിയിലേക്ക് ഇപ്പോൾ മുളകും കാപ്പിയൊക്കെ വിളവെടുക്കുന്ന സമയമാണ്, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കന്നുകാലി മേയ്ക്കാൻ അല്ലെങ്കിൽ അവിടെ പുല്ല് വെട്ടാൻ വിറക് ശേഖരിക്കാൻ ഒന്നും പറ്റുന്നില്ല. ഈ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ വഴിമുട്ട് നിൽക്കുകയാണ്. അതെ, ഈ മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ അതൊന്ന് മാറ്റി നിയമങ്ങളൊന്ന് ശരിക്കൊന്ന് മാറ്റിക്കൊണ്ട് നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ഭരണകൂടമായി മാറണമെന്നാണ് ജനങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളോട് കാണിക്കുന്ന ഈ അനാസ്ഥ എത്രയും വേഗം മാറ്റിയിട്ട് ഈ ഒരു ആനയോ അല്ലെങ്കിൽ ഒരു കടുവയോ ഒരു മനുഷ്യജീവനെ എടുക്കുമ്പോൾ 10 ലക്ഷമാണോ മനുഷ്യന്റെ ജീവന്റെ വില എന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അന്നേരം ഈ 10 ലക്ഷം എന്നുള്ളത് മാറ്റിയിട്ട് കുറഞ്ഞത് അവർക്ക് ജീവിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത ആ ഒരു അവസ്ഥ വരുമ്പോൾ അതിന്റെ ഇതൊക്കെ മാറ്റിക്കൊണ്ട് 50 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ചുരുങ്ങിയത് ആ കുടുംബത്തിന് നൽകണം. ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ കുടുംബത്തിന് സർക്കാർ ഒരു മനുഷ്യജീവനും വില കൽപ്പിച്ചേക്കുന്ന 10 ലക്ഷം രൂപയാണ്. അതൊക്കെ മാറ്റിക്കൊണ്ട് നിയമങ്ങൾ മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇത് വെടിവെച്ച് പിടികൂടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്. കാരണം ആദ്യ ദിവസം മുതൽ ഇതുപോലെ തന്നെ വരുന്നു. ആനയുടെ അടുത്തേക്ക് എത്തും, ദൗത്യസംഘം എത്തും, ആന മുന്നോട്ട് പോകും. പിന്നെയും കുങ്കിയാനകൾ ആനയുടെ അടുത്ത് വരും, ദൗത്യസംഘം വരും, ആന മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ മുതൽ ഇത് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ 4 ദിവസമായി ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ആന കുങ്കിയാനകളെ സ്മെല്ലടിക്കുമ്പോൾ മൂവ് ചെയ്ത് മാറുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ താലോലിച്ച് പിടിക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നത്? അക്രമകാരിയായ ഒരു ആനയാണെന്ന് മനസ്സിലാക്കി ഇതിനെ വെടിവെച്ച് കൊന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും സംരക്ഷണം കിട്ടാത്തൊരു സ്ഥിതിയിലാണ് ആനയുടെ സ്വഭാവം പോകുന്നത്. ആ നിലക്ക് ഇതെങ്ങനെ മാറിക്കഴിഞ്ഞാലും ഇതിനെ വെടിവെച്ച് കൊല്ലാതെ ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടും തോന്നില്ല. ടോമ്, പ്രതിപക്ഷം മാത്രമല്ല അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ആളുകൾ ഇവിടെ രാവിലെ മുതൽ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നേരത്തെ എത്തിയിരുന്നു. CPI ജില്ലാ സെക്രട്ടറി ശ്രീ EJ ബാബു ആണുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി താങ്കൾ നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ തീരുമാനം മാത്രം എത്തുന്നില്ല. ജനങ്ങൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമല്ലേ ഉരുത്തിരിയുന്നത്? ജനങ്ങൾ പ്രതിഷേധമല്ല, ജനങ്ങൾക്ക് പേടിയാണ്. ഇപ്പോൾ ഈ ആനയെ ആനയെ മയക്കുവെടി വെക്കാൻ വേണ്ടി വനംവകുപ്പിന്റെ ജീവനക്കാർ നല്ല പരിശ്രമം ചെയ്യുന്നുണ്ട്. അവർ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് രാത്രിയും പകലും ഒക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ആന ഓടിപ്പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഈ ആനയെ മയക്കുവെടി വെച്ചിട്ടുള്ളതാണ്. ആ ആനയെ വീണ്ടും മയക്കുവെടി വെക്കാൻ വേണ്ടി ആൾ ചെല്ലുമ്പോൾ എന്തായാലും ആന ഓടും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കൃത്യമായ അഭിപ്രായം ഇതിനെ മയക്കുവെടി വെക്കുകയല്ല വേണ്ടത്, ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടിയിലേക്ക് പോകണം. അത് സംബന്ധിച്ച് മുഖ്യ വനപാലകന്റെ ഭാഗത്തുനിന്നുള്ള ഉത്തരവുണ്ടാകണം. അതാണ് 3 ദിവസമായിട്ടും മര്യാദയ്ക്ക് പിടികൂടാൻ ശ്രമിച്ചാൽ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പിന്നെന്താ, കാരണം ഷൂട്ട് ചെയ്യാൻ അത്ര വിഷമമുണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ള മുഖ്യ വനപാലകൻ എന്തായാലും ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം. നിലവിലുള്ള നിയമം അതിൽ പറയുന്നുണ്ട്. കേന്ദ്ര വന നിയമം 72 വനനിയമത്തിൽ പറയുന്ന 11(1)(f) വകുപ്പ് അനുസരിച്ച് തന്നെ മുഖ്യ വനപാലകന് ഈ ഉപദ്രവകാരിയായ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. അതിന് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോലീസ് ഉണ്ടാവും, വനപാലകർ ഉണ്ടാവും. പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടിയിലേക്ക് പോകണം. CPI ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെടിവെച്ച് കൊല്ലണമെന്ന രീതിയിൽ ഇല്ല അങ്ങനെ പറഞ്ഞാൽ ആര് പറഞ്ഞാലും തെറ്റാണ്. വെടിവെച്ച് കൊല്ലാൻ നമുക്ക് പറയില്ല. കാരണം എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് മനുഷ്യരെന്നുള്ള അർത്ഥത്തിൽ മനുഷ്യർക്ക് മാത്രമേ ജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അത് ഈ ആളുകളുടെ ഒരു വികാരത്തിന്റെ പുറത്ത് പറയുന്നതാണ്. കാരണം ഇതിനിടയ്ക്ക് മാനന്തവാടിയിൽ മിനിഞ്ഞാൻ നടന്ന സംഭവത്തിന്റെ പുറത്ത് പറയുന്നതാണ്. ഒരിക്കലും മൃഗങ്ങൾ നമ്മളെ കൂടെ തന്നെ നിൽക്കേണ്ടവരാണ്, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ കാടും നാടും വേർതിരിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ജനജീവിതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്തംഭിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയ്ക്കൊരു മാറ്റം എങ്ങനെ ഉണ്ടാവും? ഈ കാട്ടിൽ പോയിട്ട് ഇതിനെ വെടിവെച്ച് പിടികൂടാൻ കഴിയുന്നുമില്ല. കാട്ടിൽ വെടിവെക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ ഉള്ളിലാണ്
ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിലാകട്ടെ, പ്രത്യേകിച്ച് തേക്ക് തോട്ടത്തിലാണ്. തേക്ക് തോട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, തേക്ക്, യൂക്കാലി ഒക്കെ ഉള്ള തോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് അപ്പയും കൊങ്ങണി കാടുമാണ് അതിലുള്ളത്. പ്രത്യേകിച്ച് ഈ കുങ്കിയാനയുടെ പുറകിൽ പോകുന്ന വെറ്റിനറി സർജനും അതുപോലെ തന്നെ കുങ്കിയാനകൾക്കും യഥേഷ്ടം ഇതിൽ കൂടെ സഞ്ചരിക്കാനുള്ള പ്രയാസം വലിയ രീതിയിൽ വരുന്നുണ്ട്. കൃത്യമായി മയക്ക് വെടിവെക്കാനുള്ള സാഹചര്യം കിട്ടിയാൽ അവർക്ക് വെടിവെക്കാൻ പറ്റുള്ളൂ. ഈ 2 ദിവസവും ഇത് വെടിവെക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നെന്താണ് അവർ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിവരം? ഇന്നും അവർ പറയുന്നത് ആന ഒരു പൊസിഷനിൽ നിൽക്കുന്നില്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ആന ഈ പല വിധത്തിലുള്ള ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ അതിന് വെടിവെക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ഇന്നും അവർ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിച്ച് നമുക്ക് വൈകുന്നേരത്തേക്കുള്ളിൽ നമുക്ക് അതിനെ മയക്ക് വെടിവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. തീർച്ചയായും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉള്ളത്. ഇന്നും ആ പ്രതീക്ഷ തന്നെ ഉണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വൈകുന്നേരം കൂടി ഈ ആനയെ പിടികൂടാമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഏതു തരത്തിലുള്ളൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത് ഈ കാടും നാടും തമ്മിലുള്ള ഒരു അതിർവരമ്പ് കൃത്യമായി പാലിക്കപ്പെടുക എന്നതാണ് മുന്നോട്ട് പോകാനുള്ളത്. പ്രതീക്ഷയുണ്ടോ ഈ കാര്യങ്ങൾ ഉച്ചവരെ എത്തിയിട്ടും ഒരു മുന്നോട്ട് പോകുന്നില്ല? ഇതിപ്പോ ജനങ്ങളെല്ലാം ഭയങ്കര ആശങ്കയിലാണ്. ഇപ്പൊ നിലവിൽ ഇന്നിപ്പോ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇപ്പോൾ 4 ദിവസമായിട്ട് ഇന്ന് നല്ലൊരു ശുഭപ്രതീക്ഷയുണ്ട്. കാരണം സ്കൂളുകളായാലും മറ്റു കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതലുള്ള RRT സംഘങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. പുതിയ ദൗത്യ സംഘം ഇവിടെ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഫോറസ്റ്റിനുള്ളിൽ കയറിയിട്ടുണ്ട്. 200ഓളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും RRT സംഘങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം എന്തായാലും ശുഭപ്രതീക്ഷയുണ്ടെന്ന് പിടിക്കുന്നു. ഇല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഭയങ്കര വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇല്ലെങ്കിൽ മറ്റേ പ്രതീക്ഷയെല്ലാം കൈവിട്ടിട്ട് സാഹചര്യമെല്ലാം വളരെ വഷളാവുന്ന സ്ഥിതിയാവും വൈകുന്നേരം ഇത് പിടിച്ചില്ലെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടൽ അതിൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറിയാൻ കഴിഞ്ഞത്. വൈകുന്നേരമാണ് നിങ്ങളുടെയൊക്കെ ഒരു സമയപരിധി ഏതാണ്ട് വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസത്തേക്കും ഇങ്ങനെ നീണ്ടു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് സമരപരിപാടികൾ മറ്റ് പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ആനേന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ കേട്ടത്. പക്ഷെ വൈകുന്നേരം നമ്മൾ എപ്പോഴും അവർ ചോദിക്കും പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നത്. എന്തായാലും പ്രതീക്ഷകൾ തന്നെയാണ് ടോം ജീവിതം. ആ പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത്. കാരണം ഈ ആശങ്ക ഒരു ആശ്വാസത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ന് വൈകുന്നേരം വരെയാണ് ഈ നാട്ടുകാർ വനംവകുപ്പിന് നൽകിയിരിക്കുന്ന സമയം. 5 മണിക്ക് ശേഷം. തീർച്ചയായും അനീഷ്, കാരണം നമുക്കറിയാം പലരുടെയും പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. ചിലർ പറയുന്നുണ്ട് ആനയെ വെടിവെച്ച് കൊല്ലണം, എന്നാൽ CPI ജില്ലാ സെക്രട്ടറി അതിനെതിരായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അവർക്കും ജീവിക്കാനുള്ള, കാരണം മൃഗങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് പുറത്തു വന്നത്. പക്ഷേ അനീഷ്, ഇന്നലെ ഈ അജീഷിൻ്റെ അത് കഴിഞ്ഞ ദിവസം മരിച്ച അജീഷിൻ്റെ മകളുടെ ഒരു പ്രതികരണം നമുക്ക് ഏറെ വേദനിപ്പിച്ചതാണ്. കാരണം ആ കുട്ടി പറഞ്ഞത് ആ വന്യമൃഗങ്ങളൊക്കെ ജീവിക്കട്ടെ, പക്ഷെ ഞങ്ങൾക്ക് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു സംരക്ഷണം സർക്കാർ ഏർപ്പെടുത്തേണ്ടേ, ഇനി ഒരു കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ, അച്ഛൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന രീതിയിൽ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു ആ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൊല്ലത്തും പത്തനംതിട്ടയിലുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നും ഈ പലയിടങ്ങളിലും ഇടുക്കിയിലടക്കം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭയാനകരമായ അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. കണ്ണൂരിൽ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയ സംഭവം, അതൊക്കെ ഈ മണിക്കൂറുകളിൽ കേരളത്തിലെ പല മലയോര മേഖലകളെയും ഭീതിപ്പെടുത്തിയ സംഭവങ്ങളാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ വന്യമൃഗ ശല്യം ചെറുക്കാൻ വേണ്ടിയുള്ള എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്നൊരു ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ അത്തരമൊരു പ്രതികരണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ അനീഷ്?
ടോം, ഈ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 86 പേർക്കാണ് ഈ വന്യമൃഗ ശല്യത്തിലൂടെ ജീവൻ നഷ്ടമായതെന്നാണ് രാവിലെ നാട്ടുകാർ പറഞ്ഞത്. അത് ആനയായും കടുവയായും പുലിയായും കരടിയുമായൊക്കെയാണ് ഇത്തരത്തിൽ ഈ ഏറ്റുമുട്ടൽ വേണ്ടിവരുന്നത്. അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ വനംവകുപ്പിന്റെ കാര്യത്തിൽ നിന്നും കൃത്യമായ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടാവുന്നത് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകളാണ് കഴിഞ്ഞ 2 തവണ കേരളത്തിലെത്തി. പ്രത്യേകിച്ചും തണ്ണീർക്കൊമ്പനും രണ്ടാമത് ഈ ആനയും ഈ മോഴയാനയും. പക്ഷേ ഈ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് തന്നെ ഈ പ്രകോപകാരികളായ അല്ലെങ്കിൽ ഈ മനുഷ്യന് ഭീഷണി സൃഷ്ടിക്കുന്ന ആനകളെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ ആ ലക്ഷ്യം നിറവേറപ്പെടുന്നുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ കർണാടകം ഈ കേരളത്തിന് കൃത്യമായ സമയത്ത് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും കേരളത്തിന് ലഭിച്ച നിർദ്ദേശം ജനങ്ങളിലേക്ക് തത്സമയം തന്നെ കൈമാറപ്പെടുകയും ചെയ്താൽ ഒരു ജാഗ്രത ഈ മേഖലകളിൽ പാലിക്കാൻ കഴിയുമായിരുന്നു. ഇതിനൊരു അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഈ അജീഷിന്റെ മരണത്തിന് ശേഷം സ്ഥാപിച്ചു എന്ന് വനംവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കമ്മിറ്റികൾ പലപ്പോഴും നോക്കൂത്തുകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കമ്മിറ്റികളെല്ലാം സ്ഥാപിക്കും, എങ്കിലും ഈ പരസ്പരം അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ പോലും വിവരങ്ങൾ പങ്കുവെക്കലില്ല, അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അത്തരം കാര്യങ്ങളല്ലേ ഈ വനംവകുപ്പിന്റെ ഒരു അനാസ്ഥയല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്? പോലും ഇവിടെ വന്യമൃഗങ്ങളെ സംസ്ഥാനത്തിന്റെ അതിർവരമ്പുകൾ ഇട്ട് നിർവചിക്കാൻ സാധിക്കില്ല. കാരണം ആനയാണെങ്കിലും കടുവയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ നമ്മുടെ വയനാട് ജില്ലയെ വിറങ്ങലിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അജീഷിന്റെ. നമുക്കറിയാം, വാഗേരിയിൽ കഴിഞ്ഞ ദിവസം കടുവ ആളെ ആക്രമിച്ച് കൊന്ന് ഭക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇടവകയപ്പുറം വഞ്ഞോടെന്ന് പറയുന്ന സ്ഥലത്ത് കടുവ ആക്രമിച്ച ആളെ കൊന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അജീഷ് ലാസ്റ്റത്തെ ഉദാഹരണം മാത്രമാണ്. ഈ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഇവിടെ ഈ ഒരു 60 വയസ്സുള്ള ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ട് സർക്കാർ നഷ്ടപരിഹാരം പോലും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെ ആയാലും ഇവിടെ ജനങ്ങൾക്ക് വലിയ ഭീതിയിലാണ്. അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വലിയ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ അജീഷ് മരിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. എന്തുകൊണ്ട് ഇതിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുക. കാരണം ഇത്രയും ഭീകരമായിട്ട് ജനങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ ഇതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. അതാണ് ആവശ്യം ഉയരുന്നത്. കാരണം 2 വശത്തായി ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് നിൽക്കുന്നു. ഇങ്ങനെ ആളുകൾ കൂടുതൽ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ട് അത് വളരെ അടിയന്തരമായി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംയോജനം ഉറപ്പുവരുത്തലാണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ചീഫ് സെക്രട്ടറിമാർ നേരത്തെ യോഗം വിളിക്കണമെന്ന് പറയുന്നു അല്ലാതെ ചീഫ് സെക്രട്ടറി നേരത്തെ യോഗങ്ങൾ നടക്കുന്നില്ല. കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചെന്ന് പറഞ്ഞു എന്നല്ല, കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി വിവിധ സംസ്ഥാന സർക്കാരുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ചത് യോഗം ചേർന്ന് കാര്യങ്ങളുടെ ഗൗരവത്തോടുകൂടി സർക്കാർ ആലോചിക്കണം തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു കേവലമായി ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ മാത്രം ചേരാവുന്ന ഒരു സംവിധാനം എന്ന അപ്പുറത്തേക്ക് ഇതിനുള്ള നമുക്ക് സ്ഥിരമായൊരു സംവിധാനം വേണം. ആ സ്ഥിരമായ സംവിധാനം എന്തൊക്കെ വേണമെന്ന തലത്തിൽ ഒരുപാട് നിയമം നിൽക്കുന്നുണ്ട്. ആ നിയമം നിൽക്കുമ്പോൾ തന്നെ ഉള്ള നിയമങ്ങൾ അത് കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ട ഒന്നാണ്. അതിനെ സംബന്ധിച്ച് ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംയോജനം ഉറപ്പുവരുത്താമെന്ന് പാഴ്വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സംയോജനം ഉറപ്പുവരുത്തണം. നാളുകളിൽ ഇത് സംഭവിക്കാതിരിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവേണ്ടത്. കുമാർ പങ്കുവെക്കുന്നത് പോലെ ഈ ഒരു വിഷയത്തിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. കാരണം ഇപ്പോഴും ഈ മലയോര മേഖലകളിലെ കർഷകരടക്കമുള്ളവർ വലിയ ഭീതിയിൽ കഴിയുന്നു. ഈ വന്യമൃഗശല്യം പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഈ വന്യമൃഗശല്യം മൂലം ദുരിതമനുഭവിക്കുന്നവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, പരിക്കുകളേറ്റവരുണ്ട്. അവർക്കൊക്കെ ഒരു നിശ്ചിത തുക, ഒരു കൃത്യമായ തുക നഷ്ടപരിഹാരം നൽകാനും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കേരളത്തിലെ പല ബാറുകളിലും ജീവനക്കാരുടെ ഗുണ്ടായിസം നടക്കുന്നുണ്ട്. മദ്യപിക്കാൻ എത്തുന്നവർ ചെറിയ പ്രശ്നമുണ്ടാക്കിയാൽ പോലും അവരെ തല്ലിച്ചതയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. കോട്ടയം നഗരത്തിലെ ഒരു ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അക്രമ സംഭവമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കോട്ടയം അഞ്ജലി പാർക്ക് ബാറിൽ മദ്യപിക്കാനെത്തിയവരെ തല്ലിച്ചതച്ചത് അവിടുത്തെ ജീവനക്കാരാണ്. സംഭവത്തിൽ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ജീവനക്കാരെ 2 മദ്യപിക്കാനെത്തിയവരെ ഈ ജീവനക്കാർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കോട്ടയത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ബാറുകളിൽ, കടുത്തുരുത്തിലെ ഒരു ബാറിൽ കഴിഞ്ഞ ദിവസം ഒരു ജീവനക്കാർ പരസ്പരം തമ്മിൽ തല്ലുന്നൊരവസ്ഥ ഉണ്ടാകുന്നു.
കൊച്ചിയിലെ ബാറിൽ ഒരു വെടിവെപ്പൊക്കെ ഉണ്ടാകുന്ന സംഭവം, ഇത് ഈ ബൗൺസേഴ്സ് എന്ന പേരിൽ ഈ ജീവനക്കാർ കാണിക്കുന്നൊരു ഗുണ്ടായിസത്തിൻ്റെ ഭാഗമാണോ ഈ സംഭവങ്ങളൊക്കെ? തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. സാധാരണ ഇത്തരം ബാറുകളിലൊക്കെ ബൗൺസേഴ്സ് എന്ന പേരിൽ തന്നെ ഇത്തരം ആളുകളെ നിയമിക്കുന്നു. അതായത് മദ്യപിക്കുന്നവരെ അവരെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ മെരുക്കാൻ വേണ്ടിയാണ് ഇത്തരം നടപടികൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും ഇന്നലെ ബാറിലെ ജീവനക്കാർ ചേർന്ന 2 പേരെ, അവർ മുംബൈ സ്വദേശികളാണ്, ഇവർ 2 പേരെയും ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കൃത്യമായ വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇവരുടെ തലയ്ക്കും മറ്റും അടിയേറ്റിട്ടുണ്ട്, ചെവിക്ക് അടിയേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് കോട്ടയം നഗരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബാറിൽ ഇവർ കോട്ടയത്തെ ഒരു സ്ഥാപനത്തിൽ ചെരുപ്പുകൾ എത്തിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവർമാരായിരുന്നു. അവർ ഇവിടെ എത്തിച്ച ശേഷം ഈ ബാറിൽ കയറി മദ്യപിച്ചു. ആ മദ്യത്തിനിടെ ജീവനക്കാരുമായി തർക്കമുണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ജീവനക്കാർ ഇവരെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ 2 പേരും മുംബൈ സ്വദേശികളാണ്. ഇവർ 2 പേരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സെൻട്രൽ ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെത്തി ഇവർ ഓട്ടോ ഡ്രൈവർമാരെ വിവരം അറിയിക്കുന്നു. അവരാണ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഈ ബാറിലെത്തി പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് പരാതി. തുടർന്നാണ് പിന്നീടാണ് ഇവരുടെ പരാതിയൊക്കെ സ്വീകരിച്ച ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ അക്രമത്തിനെതിരെ ബാർ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത്. എന്തായാലും വിവിധ മറ്റ് സംസ്ഥാനങ്ങൾ, മുംബൈയിൽ നിന്നുള്ളവരാണ് 2 പേർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത് ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കടുത്തുരുത്തിയിലെ ബാറിലുണ്ടായ സംഭവം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അവിടെ 2 മുതലാളിമാർ, അതായത് മാനേജർ തന്നെ തൊഴിലാളിയെ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരു ഗുണ്ടാ സമാനമായ സാഹചര്യം ഇത്തരം സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ടോം. പക്ഷെ ശ്രീജിത്ത്, ഈ കോട്ടയം അഞ്ജലി പാർക്ക് ബാറിലെ ഇതിനു മുൻപും ബാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അവിടുത്തെ ജീവനക്കാർക്കെതിരെ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ളവരാണ് അവിടുത്തെ ജീവനക്കാരെന്ന് പറയുന്നു. അവർക്കെതിരെ പോലീസ് ഇതിന് മുൻപ് നടപടികൾ സ്വീകരിച്ചതാണ്. ഈ യഥാർത്ഥത്തിൽ ഈ ക്രിമിനൽ സംഘങ്ങളെയാണോ, ഗുണ്ടാ സംഘങ്ങളെയാണോ ഇത്തരം ബാറുകളൊക്കെ അവിടെ ജീവനക്കാരായി വെക്കുന്നത്? ടോം, തീർച്ചയായും അക്കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ആരോപണമായി നമുക്ക് പറയാൻ കഴിയില്ല. അത് പോലീസാണ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഈ അടികൊള്ളുന്നവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഗുണ്ടാ ബന്ധമുള്ളവരാണ് അല്ലെങ്കിൽ ഗുണ്ടകളാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവരുടെ ഒരു ഈ തിരിച്ചുള്ള അക്രമത്തിന്റെ രീതികൾ പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ സമാനമായ സ്ഥിതി അപ്പുറത്തും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം അതിരമ്പുഴയിലെ സ്റ്റാർ കള്ള് ഷാപ്പിൽ ഉണ്ടായ അക്രമം, അത് മദ്യലഹരിയിൽ, കഞ്ചാവ് ലഹരിയിൽ വന്ന അതിക്രമം നടത്തിയത് 2-3 മാസം മുൻപാണ്. അതിന് പിന്നാലെ ഈ കുഴിവേലിപ്പടിയിലെ കള്ളു ഷാപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്തതാണ്. 4 ദിവസം മുൻപുണ്ടായ സംഭവം. ഒരു 4-അംഗ സംഘം എത്തി അവിടുത്തെ പണമെടുക്കാൻ ശ്രമിക്കുക, അവിടുത്തെ പണം എടുത്തുകൊണ്ട് പോവുകയും അവിടുത്തെ അടിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ എല്ലാ CCTV തെളിവുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഒരു വിഭാഗം മാത്രമല്ല ഒരു അക്രമം നടത്തുന്നതെന്ന് പറയേണ്ടി വരും. ഇതൊരു മദ്യത്തിന്റെ ലഹരിയിൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത്, വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് അത് ഒരു സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു പരിധിവരെ ബാറുടമകൾ അതിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണമായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു തരത്തിലും യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇത്തരം അക്രമങ്ങൾ എന്നതാണ് ആകെ പറയാനുള്ളത്. അതല്ലാതെ വന്ന മദ്യപിച്ച് മടങ്ങുന്ന, സമാധാനത്തോടെ വന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുൾപ്പെടെ ഒരു വലിയ ഭീഷണിയായി ഇത്തരം അക്രമ സംഭവങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. പോലീസിന്റെ തുടർ നടപടികൾ, ശക്തമായ നടപടികളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. എന്തായാലും ഇന്നലത്തെ സംഭവത്തിൽ മർദ്ദനം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പോലീസ് ഈ ബാർ ഉടമകൾക്കെതിരെ അവരുടെ ഈ മുംബൈ സ്വദേശികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടന്നത്. എന്തായാലും ഈ ബാറുകളിൽ ഉണ്ടാകുന്ന സംഘർഷം ഒരു തുടർക്കഥയായി മാറുകയാണ്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ. ടോം. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലയിലെ ബാറുകളിൽ അക്രമ സംഭവങ്ങൾ പതിവാകുന്നതോടെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവിടുത്തെ ജീവനക്കാരാണ്. ജീവനക്കാരുടെ ഗുണ്ടായിസമാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്.
പൊതുജനക്ഷേമ സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ തുടർ മരണങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച രജിതയുടെ കുടുംബം. പ്രസവ ശസ്ത്രക്രിയയുടെ അത്യാസന്ന നിലയിലായി രജിത ആശുപത്രിയിൽ കഴിയുമ്പോൾ ഡോക്ടർമാർ ചികിത്സാ ചെലവ് വാഗ്ദാനം ചെയ്തതായി ഭർത്താവ് നിതീഷ് ന്യൂസ് 18 പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായും അമ്മ മരിച്ച നവജാത ശിശുവിനെ ശിശുക്ഷേമ സമിതി പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. അവരന്ന് ഇത് 21-ാം തീയതി വൈകുന്നേരം പുഷ്പ ഡോക്ടറും ആൻസറി ഡോക്ടറുടെ പണ്ടാരം മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു 25,000 രൂപയാകും, ആ പൈസ അവർ തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു? ഡോക്ടർമാർ 2 പേര്. ഏത് ഡോക്ടർക്ക്? അനസ്തേഷ്യ ഡോക്ടറും ഉണ്ടായിരുന്നു, പുഷ്പ ഡോക്ടർ ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാ. പിന്നെ വേറൊരു അതല്ലെന്നും പറയുന്നുണ്ട്. സുജിത്താണോ? സുജിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പൈസ 2,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചോ? അവർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു പുള്ളിയാണ് ഈ ഓപ്പറേഷന്റെ മെയിൻ ഇത് അനസ്തേഷ്യ ഡോക്ടർ. അപ്പം 2,000 രൂപ അയാളുടെ ഫീസ്. അപ്പൊ ഞാൻ അവിടെ പേപാടൊക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിന് 2,500 രൂപ കൊടുക്കണം. പിന്നെ എന്റെ കാശില്ലായിരുന്നു. ഞാൻ പറഞ്ഞ 1,500 രൂപ ആദ്യം തരാം, 500 രൂപ ഓപ്പറേഷൻ കഴിയുമ്പോൾ തരാൻ പറഞ്ഞു. സംഭവമായിട്ട് മുലപ്പാൽ തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ MLAയോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇയാളുടെ നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു സംരക്ഷണം അമ്മ പോയി ഈ കുഞ്ഞുങ്ങളുടെ ഇതിൻ്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിന് എന്ത് ആരോഗ്യം ഇതിൻ്റെ എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരു അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണം എന്തെല്ലാം അന്വേഷണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ നമ്മളിന്ന് ഇത് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ഉമ്മാൻ്റെ പൈസ കൊടുത്തു. അതെ, എൻ്റെ 1,500 രൂപ മേടിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന അത്ര ശസ്ത്രക്രിയക്ക് വരുന്ന എല്ലാവരുടെയും മേടിക്കണമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരാളുടെ മാത്രം മേടിക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഈ പണം വാങ്ങുന്നത് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, ഇതൊരു നാട്ടു നടപ്പാ. അവിടെ ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് ഇത്തരം ആരോപണങ്ങൾ ഈ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ഒരു യുവതിയുടെ മരണം സംഭവിക്കുന്നു, മറ്റൊരു യുവതി ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലാകുന്നു. ഇപ്പോൾ ഈ രജിത എന്ന ഒരു യുവതിയുടെ ഏതാനും നാളുകൾക്ക് മുൻപ് ഇവിടുത്തെ ചികിത്സാ വീഴ്ച മൂലം മരിച്ച രജിത എന്ന യുവതിയുടെ കുടുംബമാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി ആശുപത്രി അധികൃതർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാണ് ഈ രജിതയുടെ മരണം സംഭവിച്ചത്? എന്തായിരുന്നു ഈ മരണകാരണം? ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ടോമ, 4 മാസം മുമ്പാണ് രജിത പ്രസവ ശസ്ത്രക്രിയയ്ക്കായി ആലപ്പുഴയിലെ WNC ആശുപത്രിയിൽ എത്തുന്നത്. വനിതാ ശിശു ആശുപത്രി നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക ആശുപത്രിയാണ് ആലപ്പുഴ ജില്ലയിലേത്. കാരണം പ്രസവവും അതുപോലെ തന്നെ നവജാത ശിശുക്കളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ആളുകൾ സമീപിക്കുന്ന ഒരു ആശുപത്രി. നമുക്ക് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പൊതുജന ആരോഗ്യ രംഗത്ത് കൂടുതൽ ആശുപത്രികളില്ലാത്തൊരു സ്ഥലമാണ്. പ്രൈവറ്റ് ആശുപത്രികളുമില്ല. സർക്കാർ ആശുപത്രികളാണെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഈ വനിതാ ശിശു ആശുപത്രിയുമാണുള്ളത്. ഈ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിയ ഒരു സാധാരണക്കാരനായ ആൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതാവസ്ഥയാണ്. ഒന്ന്, ഈ രജിത എന്ന് പറഞ്ഞ ആൾ സമാനമായ രീതിയിൽ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ആശ മരിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് 4 മാസം മുമ്പ് രജിത അവിടെ മരിക്കുന്നത്. രണ്ടാമത്തെ സിസേറിനായി എത്തുന്നു. രണ്ടാമത്തെ സിസേറിൻ ഘട്ടത്തിൽ ആ സിസേറിനിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ദയനീയ അവസ്ഥയാണ് ആ മനുഷ്യൻ വിതുമ്പിക്കൊണ്ട് പറയുന്നത്. അതായത് തീരെ പാവപ്പെട്ടവരാണ്. അതുങ്ങൾ 1,500 രൂപ, അതായത് അനസ്തേഷ്യ ഡോക്ടർ തലേ ദിവസം വിളിപ്പിച്ചിട്ട് പറയുകയാണ് ഈ സർജറിയുടെ പ്രധാന ആൾ ഞാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടത് 2,000 രൂപയാണ്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് ഗുരുതര ആരോപണം പറയുന്നത്. 2,000 രൂപയാണെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ പേവാർഡിനൊക്കെ പൈസ അടച്ചത് കൊണ്ട് പണമില്ല, 1,500 തരാം എന്ന് പറഞ്ഞപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം
ബാക്കി 500, അവിടെയും 500 പോലും വേണ്ട എന്ന് വെക്കുന്നില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാക്കി 500 എന്ന് കണക്ക് പറഞ്ഞ് വാങ്ങിയ ആളുകളാണ്. ഈ കണക്ക് പറഞ്ഞ് 1500 വാങ്ങിയ ആളുകൾ പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടക്കുമ്പോൾ രജിതയുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അനസ്തേഷ്യ പിഴവാണ് ഇവിടെയും മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ആശയുടേതിന് സമാനമായ രീതിയിൽ തന്നെയാണ് രജിതയ്ക്ക് ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതം ഉണ്ടാവുകയും 1.5 മണിക്കൂർ വൈകി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. രജിത അവിടെ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ചെന്ന് ഈ പാവപ്പെട്ട ആളുകൾക്ക് രജിതയുടെ ജീവന് അവർ വില പറയുകയായിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം 25,000 രൂപ, അത് അവർക്ക് തീരെ പണമില്ലാത്തവരാണ് എന്നുള്ള സാഹചര്യം ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് പണം കൊടുത്ത് സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. 25,000 രൂപ ചികിത്സയ്ക്കായി നൽകാമെന്ന് ഡോക്ടർ പുഷ്പയും ഒപ്പം തന്നെ ഡോക്ടർ രാജീവും വാഗ്ദാനം ചെയ്തു എന്നാണ് ആ കുടുംബം പറയുന്നത്. അവരത് വാങ്ങിയില്ല, മറിച്ച് പിറ്റേ ദിവസം രജിത മരണത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ തന്നെ വണ്ടാരത്തുള്ള ആളുകൾ പറഞ്ഞിരുന്നു വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, രജിതയെ കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ സാഹചര്യം മാറുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർമാർ അവിടെ എത്തിയെന്നാണ് ഈ കുടുംബം പറയുന്നത്. ഇതിൽ ഈ സംഭവം നടന്ന 4 മാസം മുമ്പ് തന്നെ PP ചിത്തരഞ്ജൻ MLA, ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ഇടത് MLA തന്നെ സ്വന്തം ലെറ്റർപാഡിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ കുട്ടിയുടെ മരണമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, നവജാത ശിശുവിൻ്റെ അടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ട് ആരോഗ്യവകുപ്പ് അത് പൂർണ്ണമായി തള്ളുകയാണ് ഉണ്ടായത്. ആ വിഷയത്തിനകത്ത് ഒരു അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതാണ് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം. ശരണ്യ, ഒരു ഭരണകക്ഷിയിൽ ഒരു MLA തന്നെ ആരോഗ്യവകുപ്പിനെതിരെ, ഒരു ആശുപത്രിക്കെതിരെ, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നു. തുടർച്ചയായി വീണ്ടും അവിടെ തന്നെ ആശുപത്രിയിൽ, വനിതാ ശിശു ആശുപത്രിയിൽ തന്നെ വീണ്ടും ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു, നിരവധി യുവതികളുടെ ജീവൻ നഷ്ടമാകുന്നു. എന്ത് നടപടിയാണ് ഇത്തരം വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? ഇതിനകത്ത്, ഈ അന്വേഷണത്തിനകത്ത് ടോം ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ, ഈ നവജാത ശിശുവിൻ്റെ കേസിൽ, അതായത് അമ്മ മരിച്ചു, അമ്മയുടെ മരണത്തെ സംബന്ധിച്ച് സ്ഥലം MLA തന്നെ ആരോഗ്യവകുപ്പിന് പരാതി നൽകി. വകുപ്പ് ഈ പരാതി സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു സ്വീകരിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി, ഈ സംഭവത്തെ സംബന്ധിച്ച് ആ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. അവിടെയുള്ളവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും ഈ നവജാത ശിശു എങ്ങനെ വളരുന്നു, ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള മറ്റു തുടർ കാര്യങ്ങൾ, അതായത് ജനിച്ച അന്ന് തന്നെ അമ്മയെ നഷ്ടമായൊരു കുഞ്ഞാണ്, ആ കുഞ്ഞ് എങ്ങനെ വളരുന്നു എന്നുള്ള ഒരു അന്വേഷണം ഇതുവരെ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അവർ പറയുന്നത് കറക്റ്റാണ്. അതായത് അമ്മത്തൊട്ടിൽ വീഴുന്ന ഒരു കുഞ്ഞിന് പോലും ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ, അമ്മയില്ലാതെ സർക്കാർ ആശുപത്രി ആശ്രയിച്ച് അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് എങ്ങനെ വളരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താനായി നമ്മുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പിഴവായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. എന്തായാലും ആ കുട്ടിയുടെ അമ്മയുടെ മരണത്തിൽ പണം വാഗ്ദാനം ചെയ്ത ഡോക്ടർമാരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥർ, ഈ ആരോഗ്യ വകുപ്പിലെ ഇപ്പോൾ ആശയുടെ മരണത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ തുടർ മരണങ്ങൾ, അതായത് ഇതിനു മുമ്പ് നടന്ന മരണങ്ങളും അഞ്ജലി ഗുരുതരാവസ്ഥയായതിനെ സംബന്ധിച്ചും ഒന്നും അന്വേഷണം നടന്നിട്ടില്ല. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ, അതായത് ഈ ആശുപത്രിയുടെ വികസന സമിതിയുടെ ചെയർമാൻ ആലപ്പുഴ ജില്ലാ കളക്ടറാണ്, അദ്ദേഹത്തെ നമ്മൾ പലതവണ ബന്ധപ്പെട്ട് ഈ വിഷയത്തിനകത്ത് ആംബുലൻസ് ഇല്ലാത്ത വിഷയങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പരാതി, അതായത് ഈ മനുഷ്യൻ വിതുമ്പിക്കൊണ്ട് 1,500 രൂപ കൊടുക്കാനില്ലാത്തതിന്റെ ഗതികേടിനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുന്ന വാക്ക്, അതായത് ആ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണമല്ലേ, ആ ആരോപണത്തെ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനായ ഒരുത്തൻ, അവന്റെ ഒരാളുടെ ഭാര്യ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ അവർ ക്യാമറ വെച്ച് കയറണം കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള തെളിവില്ല എന്നാണ് പറയുന്നത്. ഈ മരിച്ച കുടുംബങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മേൽ തെളിവില്ല എന്നുള്ള ലാഘവ ബുദ്ധിയോടെ ഒറ്റ വാക്കിന്മേൽ എങ്ങനെയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ, ഈ ആശുപത്രിയുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ അടക്കം ഇതിനെ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ടോം, ഇതിനകത്തും ഈ കേസിനകത്തും ഇതുവരെ മെഡിക്കൽ ബോർഡ് കൂടുകയോ ഇതിനകത്ത് ഡോക്ടർമാരുടെ വീഴ്ച എന്താണെന്നോ അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ ഇത് കണ്ടെത്താനുള്ള ഒരു ശ്രമമോ ഒന്നും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ ബോർഡ് കൂടാത്തത് കൊണ്ട് പോലീസും മെല്ലെപ്പോക്കാണ്. പോലീസിനും അന്വേഷണത്തിൽ യാതൊരു ആർജവും പോലീസും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കുടുംബങ്ങൾക്കൊന്നും ഇതിനു മുമ്പ് ഉണ്ടായ ആശുപത്രികൾ ഉണ്ടായ പിഴവ് പോലെ തന്നെ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുടുംബങ്ങൾക്ക്, അതായത് അമ്മ നഷ്ടപ്പെട്ട, ജനിച്ചു വീണ സമയത്ത് തന്നെ അമ്മ നഷ്ടപ്പെട്ട നിരവധി കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക്, ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. കാരണം ഇതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിന് മാത്രമാണ് എന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവ്
ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. പോപ്പുലർ ഫ്രണ്ട് പരിശീലകൻ ജാഫറിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് NIA. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ജാഫറിന് 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പ്രധാന ആരോപണം. ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയെന്നും NIA പറയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ജാഫറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, കണ്ടെത്തലുകളുണ്ട് NIAയുടെ ഭാഗത്ത്. ഇപ്പോൾ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. NIA ഏതൊക്കെ കാര്യങ്ങൾ, അതായത് ഈ ജാഫറിനെ കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ, കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ടോം, 10 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് NIA അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പല രീതിയിലും NIAക്ക് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇയാളുടെ ഈ ഒളിവിൽ കഴിഞ്ഞ കാലവും അതോടൊപ്പം തന്നെ ഇയാൾ നൽകിയ പരിശീലന ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ NIAക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ അന്വേഷിച്ചതിനപ്പുറത്തേക്ക് അയാളിൽ നിന്ന് മറ്റെന്തെല്ലാം അറിയാൻ സാധിക്കുമെന്നതാണ് NIA പരിശോധിക്കുന്നത്. ഈ കാലയളവിൽ ഇയാൾ നൽകുന്ന വിവരങ്ങൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. ഇയാൾ ഈ കേസിലെ ഇസ്ലാമിക് ഭരണകൂടം ഇന്ത്യയിൽ സ്ഥാപിതമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഗൂഢാലോചനയുടെ 60 പേരിലാണ് ഇതിൽ ഈ പ്രതിപട്ടികയിലേക്കുള്ളത്. 59കാരനാണ് ഈ ജാഫർ ഭീമന്റെ വിട എന്ന് പറയുന്നത്. പക്ഷേ 59 ഏറ്റവും 59 എന്ന സ്ഥാനം കൊണ്ട് അയാൾ അതിൽ ഏറ്റവും ചെറുതായി പോകുന്നില്ല. കാരണം ഈ സംഘടനയ്ക്ക് കൂടുതൽ പേരിലേക്ക് ആയുധ പരിശീലനങ്ങൾ അടക്കം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇയാളായിരുന്നു, ജാഫറായിരുന്നു. ഇയാളുടെ പല കാര്യങ്ങൾ, ഇയാൾ പരിശീലനം നൽകിയവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചൊരു വിശദാംശങ്ങളിലേക്ക് NIA കടക്കുന്നു. ഒപ്പം ഇയാളുടെ നേതൃത്വത്തിൽ പല കൃത്യങ്ങളും PFI ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്നൊരു അനുമാനത്തിലാണ് NIA ചെന്നെത്തി നിൽക്കുന്നത്. പല ആക്രമണ സംഭവങ്ങളിലും ഇയാളുടെ ഒരു ഇടപെടൽ, ഇയാളുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ആ ടീമിനെ രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് NIAയുടെ ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എവിടെയെല്ലാം ഈ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു എന്നതാണ്, ഈ ഒളിവിൽ കഴിയുമ്പോൾ പോലും സജീവമായിരുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ഒരു അന്വേഷണത്തിലേക്ക് വരേണ്ടതുണ്ട്. ആരൊക്കെയാണ് സഹായം നൽകിയത്, ആർക്കൊക്കെയാണ് പരിശീലനം നൽകിയത്, അത് ഏത് രീതിയിലുള്ള ഒരു ആയുധ പരിശീലനം എങ്ങനെയുള്ളതായിരുന്നു, ഇയാൾക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രമുള്ള കാര്യങ്ങൾ ജാഫറിനെ കേന്ദ്രീകരിച്ചുള്ള വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് NIA. ഈ ജാഫർ ആർക്കൊക്കെ പരിശീലനങ്ങൾ നൽകി, ഇയാളുടെ ഈ സംഘത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, കൂടുതൽ പേരുടെ സഹായങ്ങൾ ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് NIA പ്രധാനമായും പരിശോധിക്കുന്നത്. തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച് ഈ യുവാവിൻ്റെ അതിക്രമവും ഈ പകലുണ്ടായി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച് യുവാവിന്റെ പരാക്രമം. ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവാണ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിച്ചത്. ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുട്ട സ്വദേശി പ്രസാദാണ് ആക്രമണം നടത്തിയത്. പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് സാഗർ ചേരുന്നുണ്ട്. സാഗർ, എന്താണ് ഈ യുവാവിന്റെ ഭാഗത്ത് ഇത്തരൊരു പ്രകോപനത്തിന് കാരണം? ഇന്ന് രാവിലെ 11:30യോടെയാണ് തൊടുപുഴയിലുള്ള ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ മുട്ടം സ്വദേശിയായ പ്രസാദ് എന്ന യുവാവ് എത്തിയത്. ഇദ്ദേഹം ഇവിടെ ഈ സഹകരണ സംഘത്തിൽ 5 ലക്ഷത്തിന്റെ ചിട്ടി ചേർന്നിരുന്നു. പല തവണകളിലായി 1,20,000 രൂപ ഇദ്ദേഹം ചിട്ടിയിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ചിട്ടി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടച്ച തുക തിരികെ വേണമെന്നായിരുന്നു പ്രസാദിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ഇദ്ദേഹം ഇതിനു മുമ്പും പലതവണ ബാങ്കിലെത്തിയിരുന്നതായാണ് അധികൃതർ പറയുന്നത്. ഇന്നലെ വൈകിട്ടും ഇദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് ബാങ്കിലെത്തി. തുടർന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ കേസിൽ ഇന്നലെ വൈകിട്ട് തന്നെ തൊടുപുഴ ഈ ബാങ്ക് സെക്രട്ടറി തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാരണം വനിതാ ജീവനക്കാരെ അടക്കം അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഇന്നലെ വൈകിട്ട് തന്നെ ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതി ഇദ്ദേഹത്തിനെതിരെ നൽകിയിരുന്നു. ഈ അടച്ച തുക തിരികെ വേണമെന്നായിരുന്നു ഇദ്ദേഹം ആവശ്യം ഉന്നയിച്ചത്. ഈ തുക തിരികെ നൽകണമെങ്കിൽ ബാങ്കിന് അപേക്ഷ എഴുതി തരണം, ബാങ്കിന് കമ്മിറ്റി കൂടണം. ഈ കമ്മിറ്റി മാസത്തിൽ 2 തവണ മാത്രമേ ഉള്ളൂ. അതിനാൽ അതിൻ്റെതായ താമസം വരുമെന്ന് ബാങ്ക് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു. എന്നാൽ ഇതൊന്നും കേൾക്കാതെയാണ് ഇന്ന് രാവിലെ ബാങ്കിലെത്തിയ ഇദ്ദേഹം
5 കുപ്പികളിലായി പെട്രോൾ കയ്യിൽ കരുതിയിരുന്നു. തുടർന്ന് ബാങ്കിന്റെ പ്രധാന വാതിൽ അടച്ച ശേഷം ബാങ്കിനുള്ളിലേക്ക് ചില്ലുകുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ കുപ്പികൾ വലിച്ചെറിയുകയായിരുന്നു. ഈ സമയം വനിതാ ജീവനക്കാരും മറ്റുള്ളവരും ബാങ്കിലുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ പുറത്തേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് CCTVയിൽ നിന്നും വ്യക്തമാണ്. ഇദ്ദേഹം പെട്രോൾ ഒഴിച്ച ശേഷം ലാമ്പ് കത്തിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ബാങ്ക് അധികൃതർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. വ്യക്തമാണ്. തൊടുപുഴയിൽ നിന്ന് സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിലാണ് ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിലെത്തി യുവാവ് പെട്രോൾ ഒഴിച്ച് ഭീഷണി മുഴക്കിയത്. ബാങ്ക് കത്തിക്കുമെന്ന്, അതായത് ഈ ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവാണ് പരാക്രമം കാട്ടിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.